നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിബർട്ടി, മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ടൈപ്സ് ഓഫ് ലിബർട്ടി. ഇത്രയും കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ? സ്വാതന്ത്ര്യം, അല്ലെ? സ്വാതന്ത്ര്യം. അപ്പൊ നമ്മൾ ലിബർട്ടി എന്ന ടേമിന്റെ, സ്വാതന്ത്ര്യം എന്ന ടേമിന്റെ അർത്ഥവും അതിന്റെ വ്യാപ്തിയും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ആദ്യമായിട്ട് പഠിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നത് വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹപ്രകാരം ജീവിക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ യാതൊരു പരിമിതികളും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാനൊക്കെയുള്ള അവകാശത്തെയാണ്, അതിനുള്ള കഴിവിനെയും ശേഷിയൊക്കെയാണ് നമ്മൾ ലിബർട്ടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ലിബർട്ടിക്ക് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്, അല്ലെ? പോസിറ്റീവ് ലിബർട്ടി ആൻഡ് നെഗറ്റീവ് ലിബർട്ടി. ഇങ്ങനെ രണ്ട് വശങ്ങളാണ് ലിബർട്ടിക്കുള്ളത്. അപ്പൊ ലിബർട്ടി എന്നത് ഒരു വ്യക്തിക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുള്ള കഴിവാണെങ്കിൽ, ഇഷ്ടങ്ങള് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിരിക്കും. അതായത് ഒരു സൊസൈറ്റിയിൽ എല്ലാ വ്യക്തികൾക്കും ഈ രീതിയിൽ ലിബർട്ടി ഉണ്ട്. അപ്പൊ A എന്ന വ്യക്തിക്കും B എന്ന വ്യക്തിക്കും C എന്ന വ്യക്തിക്കും ഒരുപോലെ ലിബർട്ടി ഉണ്ട്. അപ്പോൾ A എന്ന വ്യക്തിയുടെ ലിബർട്ടി ബിയുടെയും സിയുടെയും ലിബർട്ടിയെ ഹനിക്കാത്ത രീതിയിൽ വേണം ഒരു വ്യക്തിക്ക് ലിബർട്ടി ആസ്വദിക്കാൻ, അവരുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ. ഇപ്പൊ പോസിറ്റീവ് ലിബർട്ടി എന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കാത്ത രീതിയിൽ, മറ്റുള്ളവരുടെയും രാഷ്ട്ര താല്പര്യങ്ങളെയും ഒന്നും ഹനിക്കാത്ത രീതിയിൽ സ്വന്തം സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള പശ്ചാത്തലത്തെയാണ് നമ്മൾ ലിബർട്ടി എന്നതുകൊണ്ട്, പോസിറ്റീവ് ടേമിൽ ലിബർട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഇഷ്ടം മാത്രം, അതിലെ ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അത് വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ലിബർട്ടിയാണ് നമ്മൾ നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോ ഈ ലിബർട്ടി എന്ന വേർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്നത് റൂസോയാണ്. ആ ഒരു ചിന്തകൻ റൂസോയാണ്. റൂസോ പറഞ്ഞിട്ടുണ്ട്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ് എന്ന് പറയുന്നുണ്ട്, അല്ലെ? മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായാണ്, പക്ഷെ എല്ലായിടങ്ങളിലും അവൻ ചങ്ങലകളിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം ഒരു ലിബർട്ടിയുടെ ഒരു വക്താവായിരുന്നു റൂസോ. ഇനി ഈ ലിബർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു, നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പേര് JS മില്ലിന്റെ പേരാണ്, ജോൺ സ്റ്റുവർട്ട് മിൽ. വ്യക്തിയുടെ സ്വാതന്ത്ര്യം അതിനാൽ തന്നെ പരിമിതമായിരിക്കണം, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലാവരുത് എന്നതാണ് JS മില്ലിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നമുക്കിനി സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ലിബർട്ടി. അപ്പൊ വ്യക്തിത്വ വികസനം ആണ് ഒന്നാമത്തെ പ്രാധാന്യം. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫുൾ എസ്റ്റീമിൽ വളരാനുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യം കൊണ്ട്. നമുക്ക് എന്തിനാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്, സ്വാതന്ത്ര്യം ആവശ്യമായിട്ടുള്ളത്? ഓരോ വ്യക്തിക്കും അവന്റെ പൊട്ടൻഷ്യൽ നിലനിർത്താനും അവന്റെ മാക്സിമം ഫുൾ ഫ്ലെഡ്ജ് പൊട്ടൻഷ്യാലിറ്റിയിൽ അവന് വളരാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളില്ലാതെയാവുക, അതിനെ ലിക്വിഡേറ്റ് ചെയ്യുക. അതാണ് ഒരു ലിബർട്ടി ഒരു വ്യക്തിത്വ വികാസത്തിന് എസെൻഷ്യൽ ആണെന്ന് പറയുന്നത്. രണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയിട്ട്, സാമൂഹിക വികസനത്തിനും അതുപോലെ തന്നെ പ്രോഗ്രസിനും ഒക്കെ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം അനിവാര്യമാണ്. പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ വരുന്നതിന് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ബ്ലാക്ക് ഏജ് പീരീഡിലൊക്കെ അല്ലെങ്കിൽ മിഡീവൽ പീരീഡിൽ പല കണ്ടുപിടുത്തങ്ങളും വളരെയേറെ കാലം മൂടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് പല പല കണ്ടുപിടുത്തങ്ങളും നടത്തിയെങ്കിലും അതൊന്നും പുറം ലോകത്തെ അറിയിക്കാതെ നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം ലിബർട്ടി ഇല്ലാത്തത് തന്നെയാണ്. ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി എന്ന് പറയുമ്പോൾ അത് കാലാകാലങ്ങളായി മതം കൊണ്ടുവന്ന ആ ഒരു ചിന്തകൾക്ക് അല്ലെങ്കിൽ മതം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഖ്യാവയ്ക്ക് എതിരാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അത് പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള ലിബർട്ടി സാമൂഹിക പുരോഗതിക്ക് അതുപോലെ പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ സ്വീകരിക്കപ്പെടുന്നതിനൊക്കെ ഉപകാരപ്രദമാണ്. ദെൻ മറ്റൊന്നാണ്, സാമ്പത്തികമായിട്ടുള്ള വികാസത്തിനും ലിബർട്ടി വളരെ എസെൻഷ്യൽ ആണ്. ഓരോ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള വികസനം ഏൺ ചെയ്യുന്നതിനും അത് വേണ്ട രീതിയിൽ ചെലവഴിക്കുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. ഇനി രാജ്യത്തിന്റെ ജനാധിപത്യമായിട്ടുള്ള ആ ഒരു പ്രാബല്യം നിലനിൽക്കണമെങ്കിൽ
തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ലിബർട്ടി ആണ്. ലിബർട്ടിയുടെ പല ടൈപ്സ്. അതില് ഒന്നാമത്തേത് നാച്ചുറൽ ലിബർട്ടിയാണ്. ഒരു വ്യക്തിക്ക് ബൈ ബർത്ത് ജന്മനാ ലഭിക്കുന്ന ലിബർട്ടിയാണ് നാച്ചുറൽ ലിബർട്ടി എന്ന് പറയുന്നത്. അത് നിശ്ചിത നിയമങ്ങളും അതുപോലെ തന്നെ സാമൂഹിക നിയന്ത്രണങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. നമുക്ക് ഒരർത്ഥത്തിൽ ഇതിനെ ഒരു നെഗറ്റീവ് ലിബർട്ടി എന്ന ടേമിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തോമസ് ഹോബ്സ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ ജന്മന പ്രകൃതിയാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ലിബർട്ടിയാണ് നാച്ചുറൽ ലിബർട്ടി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് സിവിൽ ലിബർട്ടിയാണ്. സിവിൽ ലിബർട്ടി വ്യക്തികൾക്ക് നിയമങ്ങള് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവരുടെ നിയമങ്ങൾ ലംഘിക്കാതെ അവരുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ സിവിൽ ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഭരണഘടനയും നമ്മുടെ നിയമവ്യവസ്ഥയും ഒക്കെ ഓരോ വ്യക്തിക്കും എൻഷുർ ചെയ്യുന്ന, ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ സിവിൽ ലിബർട്ടി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ നിയമപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ എന്താണ്? സിവിൽ ലിബർട്ടിയാണ്. ആ ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ആ രാജ്യത്ത് പൗരന് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ് സിവിൽ ലിബർട്ടി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് പൊളിറ്റിക്കൽ ലിബർട്ടിയാണ്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ജനങ്ങൾക്ക് അവരുടെ ഭരണകൂടത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്ന കാര്യമാണ് പൊളിറ്റിക്കൽ ലിബർട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ വോട്ടവകാശം, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയാവാനുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും തെരഞ്ഞെടുക്കപ്പെടാനും ഒക്കെയുള്ള അവകാശങ്ങൾ എന്താണ്? പൊളിറ്റിക്കൽ ലിബർട്ടിയാണ്, ഒരു പൗരന്റെ പൊളിറ്റിക്കൽ ലിബർട്ടിയാണ്. അപ്പോൾ ഈ ലിബർട്ടി തീർച്ചയായിട്ടും ഒരു പൗരനാണ് ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ പൗരന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രിവിലേജ് ആണ്, അതൊരു സിവിൽ ലിബർട്ടി കൂടി ആണ്. ദെൻ അടുത്തത് എക്കണോമിക് ലിബർട്ടി ആണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങൾ, ക്രയവിക്രയങ്ങളൊക്കെ നടത്താന്, സമ്പത്ത് ഏൺ ചെയ്യാന്, ആ സമ്പത്ത് ഉപയോഗിക്കാന്, അത് ചിലവഴിക്കാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാന്, തൊഴിൽ തെരഞ്ഞെടുക്കാന്, രാജ്യസുരക്ഷയ്ക്കും അതുപോലെ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമൊന്നുമല്ലാത്ത ഏതൊരു തൊഴിൽ ചെയ്യാനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അതുപോലെ മെറിറ്റ് അടിസ്ഥാനത്തില് രാജ്യത്തിലെ ഏറ്റവും പരമോന്നതമായ പൊസിഷനിലേക്ക് വരെ ഉയരാനും ഓരോ പൗരനും അവകാശമുണ്ട്. എത്ര വേണമെങ്കിലും സമ്പാദിക്കാനുള്ള നിയമം അനുവദിക്കുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും സാമ്പത്തിക വളർച്ച കൈവരിക്കുവാനും ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം ഉണ്ട്. ഇനി മാർക്സിസ്റ്റ് ചിന്താഗതിയില് ഈ രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യം പരിമിതമാണെന്നാണ് മാർക്സിയൻ ചിന്തകരുടെ അഭിപ്രായം. ഇനി മറ്റൊന്നാണ് സ്പിരിച്വൽ ലിബർട്ടി എന്ന് പറയുന്നത്. സ്പിരിച്വൽ ലിബർട്ടിയെ നമുക്ക് റിലീജിയസ് ലിബർട്ടി എന്ന് കൂടി വേണമെങ്കിൽ പറയാം. അതായത് ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കൂടി ഭാഗമാണ്, പേഴ്സണൽ ലിബർട്ടി ആയിട്ട് വരുന്നതാണ്. ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട റിലീജിയൻ ഫോളോ ചെയ്യാനും മതം പ്രചരിപ്പിക്കുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും എത്തിയസ്റ്റ് ആയിട്ട് തുടരാനും ഒക്കെയുള്ള അവകാശം ആണ് ഈ പറയുന്ന ആധ്യാത്മിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്പിരിച്വൽ ലിബർട്ടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് രണ്ട് ഫേസുകൾ ഉണ്ട്, അല്ലെ? ഒന്ന് നിഷേധാത്മക സ്വാതന്ത്ര്യം അഥവാ നെഗറ്റീവ് ലിബർട്ടി, മറ്റൊന്ന് പോസിറ്റീവ് ലിബർട്ടി. അതിൽ നമ്മൾ നിഷേധാത്മക ലിബർട്ടി എന്ന് പറയുമ്പോൾ നിയന്ത്രണങ്ങളോ ഇടപെടലുകളോ ഒന്നുമില്ലാത്ത സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സർക്കാർ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഫ്രീഡം ഫ്രം റെസ്ട്രിക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ? യാതൊരു നിയന്ത്രണങ്ങളുമില്ല, ഈസ് ഫ്രീ ടു ഡു എനിത്തിങ് ഹി വാണ്ട് ടു ഡു. അതാണ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ലിബർട്ടി എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സമഗ്ര വികസനം നേടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാഹചര്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് ലിബർട്ടി. അത് വിദ്യാഭ്യാസം, തൊഴില്, സാമൂഹിക നീതി ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ഫ്രീഡം ടു അച്ചീവ് വൺസ് പൊട്ടൻഷ്യൽ, അല്ലെ? ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ നേടുന്നതിനുള്ള ഒരു റൈറ്റിനെയാണ്, അവകാശത്തെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ചില ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്
സാങ്കേതിക വിദ്യ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ലഭിക്കുന്ന അല്ലെ, നമുക്ക് വ്യക്തി സ്വകാര്യത ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷെ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെയാണ്. അപ്പോൾ പലപ്പോഴും സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്ന രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ അമിതമായ ഇടപെടല്, ഭരണകൂട ഭീകരത, ഇതൊക്കെ സ്വാതന്ത്ര്യത്തിന് പിന്നെ കമ്മ്യൂണൽ ആയിട്ടുള്ള ചിന്തകള്, തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.